ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെ പറ്റിയാണ്. മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു ചിങ്ങൻ രാശി. ഇന്ന് ചിങ്ങൻ രാശിയിൽ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ 45 ഡിഗ്രി ബലവാനായി നിൽക്കുന്നു എന്ന മഹത്തായ ഒരു സൗഭാഗ്യം ചിങ്ങം രാശിക്കാർക്കുണ്ട്. അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, പുത്തൻ പദ്ധതികൾ, യാത്രയുമായി ബന്ധപ്പെടുന്ന സൗഭാഗ്യങ്ങൾ, തനിക്കൊരു ആത്മപ്രഭാവം, വ്യക്തിത്വം തൻ്റെ ഓഫീസ് മേഖലയിലായാലും തൻ്റെ വീട്ടിലായാലും അതൊക്കെ പുലർത്തുവാനുള്ള ഒരു വളരെ അനുകൂലമായ സമയമാകുന്നു. ലഗ്നേ ബലിഷ്ഠേ ജഗതി പ്രഭുത്വം സുഖസ്ഥിതിയും ദേഹബലം സുവർത്യഹ ഉപര്യുപരി അഭ്യുദയാഭിവൃദ്ധിയും പ്രാപ്തേ ബാലയന്തുവതേഷ ജാതഃ. ബാല ഇന്ദുവതേ ദുർബലനായ ചന്ദ്രൻ ക്രമേണ വൃദ്ധിയെ പ്രാപിക്കുന്നു പൗർണമിയിലേക്ക് വരുന്നത് പോലെ. ഈ കർക്കിടക മാസത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ അടിവെച്ച് ഈ സൂര്യൻ ബലവാനായി വരുന്നു. തൻ്റെ പ്രഭാവം, വ്യക്തിത്വം, ആത്മപ്രഭാവം, പൗരുഷം ഇതൊക്കെ ഈ സൂര്യൻ ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. ജഗതി പ്രഭുത്വം, ജഗത്തിൽ തനിക്കൊരു പ്രാധാന്യം വരുന്നു. നല്ല സുഖകരമായ അവസ്ഥയെ പ്രാപിക്കുന്നു. നല്ല ദേഹബലത്തെ ഉണ്ടാക്കുന്നു. ഇപ്രകാരം ഓരോ രീതിയിലും ചിങ്ങൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ സാന്നിധ്യം, സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ഈ വരവ് വളരെയധികം പ്രതീക്ഷ നിർഭരമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തെ മനസ്സന്തവേ ധാരദായാത വർഗാൽ വപു പീഡ്യതേ വാദപിത്തേന നിത്യം സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി എന്നാണ് ചമത്കാര ചിന്താമണിയിൽ ലഗ്നത്തിലെ സൂര്യൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത്. തുങ്കയഷ്ടിം വിധത്തെ, തനിക്കൊരു വടി കുത്തി നടക്കേണ്ട അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ വലിയ വടി തൻ്റെ കയ്യിൽ ലഭിക്കുമെന്നാണ്. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിലുള്ള സൂര്യന് ശാരീരികമായ വലിയ പ്രയാസങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിന് ഈ വടി ഒരു അധികാരത്തെ തന്നെ പ്രദാനം ചെയ്യും. കാരണം ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് 10ൽ ചൊവ്വയും വ്യാഴവുമാണ്. പല വിശേഷപ്പെട്ട അധികാരങ്ങൾ ലഭിക്കുക, പൊളിറ്റിക്സിലുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഇതൊക്കെ ഈ ചൊവ്വയും വ്യാഴവും 10ാം ഭാവത്തിൽ നിന്നുകൊണ്ട് പ്രദാനം ചെയ്യും. മനസ്സന്തവേ ധാരദായാത വർഗാൽ, തൻ്റെ ഭാര്യ ബന്ധുക്കളെ കൊണ്ട് മനസ്സിന് താപമുണ്ടാകും എന്നൊരു ഫലമുണ്ട്. സൂര്യൻ ബലവാനാണെങ്കിലും ദാമ്പത്യ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ പാലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിഷയത്തിൽ ബന്ധുക്കളൊക്കെ കയറി ഇടപെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നിങ്ങൾക്ക് അതിനെ സധൈര്യം നേരിടാം. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കും. ഈ ആത്മപ്രഭാവം, പൗരുഷം മടിയില്ലാതെ തുറന്നു കാണിക്കാം തൻ്റെ ബന്ധുക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിൽ വെച്ച് സിംഹൻ രാശിക്കാർ ധാരാളം സഞ്ചരിക്കുന്നു. അതിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. പക്ഷേ ഇന്ന് ചിങ്ങൻ രാശിയിൽ സൂര്യന് യാത്രയിൽ ധാരാളം സൗഭാഗ്യങ്ങളാണ് ഉണ്ടാവുക. അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാനില്ല. ഇവിടെ 7ാം ഭാവത്തിൽ ശനി ശക്തനായി നിൽക്കുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് വക്രിയാണ്. വിവാഹ തീരുമാനങ്ങൾ, വിദേശത്ത് നിന്നുള്ള ബന്ധുവിൻ്റെ വരവ്, സുഹൃത്തിൻ്റെ വരവ്, സാമ്പത്തികമായ ലാഭം, ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ഉയർന്ന കുന്നുകളിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുക, ഇങ്ങനെയുള്ള പല ഓഫറുകളും ചിങ്ങൻ രാശിക്കാർക്ക് വരും. ശ്രദ്ധിക്കണം. ഇപ്പോൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂമി ചലനം വന്ന്, നേച്ചുറൽ കലാമിറ്റി വന്ന് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായ സമയങ്ങളൊക്കെയാണ്. അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൃഷി ഒക്കെ ശ്രദ്ധിച്ചിട്ട് ജാതകത്തിൻ്റെ അനുകൂല സ്ഥിതി കൂടെ നോക്കണം. കാരണം നാം ഫലം പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ നക്ഷത്രവശാലുള്ള ഫലമാണ്, രാശിവശാലുള്ള ഫലമാണ്. തൻ്റെ ജാതകവുമായി ഇത് തട്ടിച്ച് നോക്കി എപ്രകാരമാണ് ഇതിൻ്റെ ശുഭാശുഭ ഫലങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കണം. നല്ലൊരു ജ്യോതിഷിയെ കണ്ട് ജാതകത്തിൻ്റെ ഗുണങ്ങളും ഇപ്പോഴത്തെ ഈ സൂര്യൻ്റെ മാറ്റവും കർമ്മസ്ഥാനത്തുള്ള വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും അവസ്ഥയും വളരെ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രാർത്ഥനയും ആദിത്യഹൃദയ മന്ത്രം പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. ശിവന് ഇഷ്ടപ്പെട്ട കൂവളമാല, ജലധാര, ശംഖാഭിഷേകം, അല്ലെങ്കിൽ പുതിയ വീടെടുക്കാൻ പോകുന്ന വ്യക്തികൾക്ക് ഇളനീര് കൊണ്ട് ശിവന്
അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുക, ഇളനീരഭിഷേകം. അത് വളരെയധികം നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത കൈവരുത്തുവാൻ സഹായകരമാണ്. നന്ദി, നമസ്കാരം.